എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു മനോഹരമായ ഒരു ഫിഷ് ഫാമിലേക്കാണ്. അപ്പോൾ അതിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു. ഇതാണ് ഇവിടുത്തെ പേയ്മെൻറ്റ് കൗണ്ടർ. നമുക്ക് ഒരു അഡൽട്ടിന് 5 പൗണ്ടാണ് ഇവിടുത്തെ എൻട്രി പാസ്. പിന്നെ പിള്ളേർക്ക് 3.75, സീനിയർ സിറ്റിസണ് 4.25 പൗണ്ട്, ആ ഒരു റേഞ്ചാണ് ഇവിടെ വരുന്നത്. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അത്രയ്ക്ക് നീറ്റായിട്ടാണ് ഇവർ ഓരോ പോണ്ട് കീപ്പ് ചെയ്തത്. കാരണം വെള്ളത്തിൽ അങ്ങനെ കരിയിലയോ ചപ്പോ ചവറോ അങ്ങനെയൊന്നുമില്ല. വളരെ മനോഹരമായിട്ടാണ് അവർ ഈ ഓരോ കുളങ്ങളും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ ഏകദേശം 10-20 തൊഴിലാളികളാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ഫിഷ് ഫാം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഫിഷ് ഫാമാണ്. ഇത് 1902 ഇവർ സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഏകദേശം 15 ഏക്കറിലാണ് ഈ ഒരു ഫിഷ് ഫാം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 12-15 കുളങ്ങളാണ്, അതായത് നല്ല വിസ്തീർണമുള്ള 15ഓളം കുളങ്ങളാണ് ഇവിടെ ഉള്ളത്, അതായത് വളർത്താൻ വേണ്ടി മാത്രമായിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇതിന് ഫീഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതവർ ഫീഡ് തരും. നമ്മളിതിൻ്റെ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ അവർ ഫീഡ് തരും. ഇവർ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് 1 കിലോ ഫീഡിന് 22 പൗണ്ട്, ഏകദേശം 2200 രൂപയാണ് 1 കിലോ ഫീഡ്. അപ്പോൾ ഞങ്ങളിപ്പം 1 കിലോ ഒന്നും മേടിച്ചില്ല. ഞങ്ങളൊരു ചെറിയൊരു പാക്കറ്റ്, ഒരു 60p, ഏകദേശം 60 രൂപ വില വരുന്ന ഒരു പാക്കറ്റ് മേടിച്ചാണ് ഞാൻ കയറിയത്. കാരണം ഇവരുടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും ഫേമസ് ആണ്. കാരണം നമ്മൾ കാശ് മുടക്കി നമ്മൾ തന്നെ ഫിഷിനെ കാണാൻ വേണ്ടി കയറുന്നു, നമ്മൾ തന്നെ കാശ് മുടക്കി ഇതിന് ഫുഡ് കൊടുക്കുന്നു. കാരണം ഇത് അവരുടെ ഒരു നല്ലൊരു മാർക്കറ്റിംഗ് ടെക്നിക്സാണിത്. കാരണം ഇവർക്കൊരു സീറോ കോസ്റ്റ്. കാരണം ഞാൻ മാത്രമല്ല, അന്ന് ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് വിസിറ്റേഴ്സ് കുറവായിരുന്നു. അല്ലാത്ത സമയമൊക്കെ ഇതൊക്കെ നല്ല നിറച്ചു ആൾക്കാരാണ്. കാരണം ഇപ്പം സമ്മർ സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. അപ്പോൾ നല്ല ആൾക്കാരാണ് വരുന്നത്. ഏകദേശം ഒരു ദിവസം തന്നെ നല്ലതുപോലെ തന്നെ ഇവർ ഫീഡുകൾ വിൽക്കുന്നുണ്ട്. ഈ ഫിഷ് ഫാം എന്ന് പറയുന്നത് നല്ലൊരു ഡേ ഔട്ടിന് പറ്റിയൊരു സ്ഥലമാണ്. കാരണം ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും കാരണം നമുക്ക് അത്രയും ഇഷ്ടപ്പെടും. കാരണം ഇവിടുത്തെ ഓരോ മരങ്ങളുടെ സൗന്ദര്യം തന്നെ നമ്മളെ വല്ലാതെ ആകർഷിക്കും. ഇത് എല്ലാ ദിവസവും, അതായത് 7 ദിവസവും ഈ ഒരു ഫിഷ് ഫാം വർക്കിംഗ് ആണ്. രാവിലെ 8 മണി തൊട്ട് 4 മണി വരെയാണ് ഇത് ഫിഷ് ഫാം വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് പോകുന്നത് ഈ ഒരു ഏരിയ ആണ്. നമ്മുടെ ഫിഷിനെ നമുക്ക് തന്നെ ചൂണ്ടയിട്ട് പിടിക്കാം. അതിന് വേണ്ടിയുള്ളൊരു സെക്ഷനാണ്. ഇവിടെ വലുതായിട്ടില്ല, ഒരു 4-5 കുളങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വെച്ചാൽ ഏറ്റവും വലിയ മീനുകളെയാണ് ഇവർ ആദ്യം ഇവിടെ പിടിച്ചിടുന്നത്. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കുളങ്ങളല്ല. അത്യാവശ്യം ഇവർ ഈ വലിയ മത്സ്യങ്ങൾ, അതായത് കുറച്ച് ഒരു 10,000-20,000 മീനുകളെയാണ് ഈ ഒരു ചെറിയ ചെറിയ കുളങ്ങളിലായിട്ട് ഇവരിടുന്നത്. പിന്നെ അത്യാവശ്യം നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലവുമാണ്. അത്യാവശ്യം വൃത്തിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് റിലാക്സ് ചെയ്യാനുള്ള ഇരിപ്പിടങ്ങളും കാര്യങ്ങളും എല്ലാം ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫിഷിംഗ് താല്പര്യമുണ്ടെന്ന് അവരോട് പറയുകയാണെങ്കിൽ അവർ നമുക്ക് ഇതിൻ്റെ ഫിഷിംഗ് റോഡും റീലും എല്ലാം അവർ തരും. അപ്പോൾ അതിന് നമുക്ക് വെച്ചാൽ ഒരു ഫിഷിന്, അതായത് 1 കിലോ ഫിഷിന് 11 പൗണ്ടാണ്, ഏകദേശം 1100 രൂപയാണ് ഇവർ ഈടാക്കുന്നത്. കാരണം ഈ ഒരു ഫിഷിന് നമ്മുടെ മാർക്കറ്റിൽ 5.5 പൗണ്ട് 6 പൗണ്ട്, ഏകദേശം 500 രൂപ 600 രൂപ വരെ മാക്സിമം വില വരുന്നത് നമ്മുടെ മാർക്കറ്റിൽ. നമ്മൾ ഈ ഒരു മത്സ്യത്തിൻ്റെ വില വരുന്നത്. പക്ഷേ ഇവിടെ ലൈവായിട്ട് ഈ ഫിഷിനെ നമ്മൾ പിടിക്കുന്നത് കൊണ്ടും പിന്നെ അവരുടെ ഫെസിലിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടും 1 കിലോ മീനിന് നമ്മൾ 11 പൗണ്ടാണ് നമ്മൾ ക്യാഷ് കൊടുക്കുന്നത്. കാരണം അവരുടെ റോഡിൻ്റെയും റീലിൻ്റെയും എല്ലാ സ്റ്റാഫുകളുടെ എല്ലാവരും എക്സ്പെൻസും, പിന്നെ ഇവർ ഫിഷിനെ അവർ കട്ട് ചെയ്ത് വൃത്തിയാക്കി തരും. പിന്നെ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ്, നേരത്തെയൊക്കെ ഇത് നമുക്ക് ബാർബിക്യൂ സെറ്റപ്പ് അവരെല്ലാം സെറ്റ് ചെയ്ത് തരും. അതായത് ഏകദേശം 50 പൗണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ബാർബിക്യൂവിൻ്റെ ഉള്ള സെറ്റപ്പ് എല്ലാവരും സെറ്റ് ചെയ്ത് തരുമായിരുന്നു. കാരണം ഇവർ ഇത്രയും നല്ലപോലെ തിക്കിയാണ് മീനെ ഇട്ടേക്കുന്നത്. ഞങ്ങളവിടെ ചെന്നപ്പോൾ മോർട്ടാലിറ്റി അങ്ങനെ ഒന്നും ഫിഷൊന്നും കണ്ടില്ല. പിന്നെ 1-2 മോർട്ടാലിറ്റി അങ്ങനെയൊക്കെ കണ്ടിരുന്നു. അതൊക്കെ അപ്പം തന്നെ അവരെടുത്ത് മാറ്റി. എന്നാൽ തന്നെ ഇത്രയും തിക്കി നിറച്ചിട്ടിട്ട് ഓക്സിജൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു ചെറിയ പോണ്ട്. കാരണം ഒരു ഡെപ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ പോലും ഡെപ്ത് ഇല്ല. കാരണം അത്രയും ഡെൻസിറ്റിയിലാണ് ഫിഷിനെ അവർ ഇട്ടേക്കുന്നത്. ഞാനവിടെ ചെന്നപ്പോൾ ഒരു ഫാമിലി ഇതിനു വേണ്ടി ഫിഷിങ്ങിന് വേണ്ടി വന്നിരുന്നത്, 2 പിള്ളേർക്ക്. കാരണം ഇത് മെയിൻലി ഇവരുദ്ദേശിക്കുന്ന ഈ പിള്ളേർക്ക് വേണ്ടിയാണ് ഈ ഒരു ഫിഷിങ് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ചെറിയൊരു പോണ്ട് സെറ്റപ്പ് പിള്ളേർക്ക് വേണ്ടി, അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് ഈ ഫാമുകാർ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതാണ് ചെറിയ റോഡാണ്, വലിയ റോഡല്ല, ചെറിയ റോഡ്. അത്യാവശ്യം പിള്ളേർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന റോഡാണ് ഇവർ കൊടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ മീൻ കൊത്തിക്കോളും. കാരണം അത്രയും ഡെൻസിറ്റിയിൽ മീൻ കിടക്കുന്നത് കൊണ്ട് ഒരു
5 സെക്കൻഡ് അല്ല 10 സെക്കൻഡ് അല്ല മാക്സിമം പോയ ഒരു 20 സെക്കൻഡിനുള്ളിൽ മീനെ നമുക്ക് കിട്ടും. പിന്നെ ഇതൊക്കെയാണ് പിള്ളേരുടെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. കാരണം നമ്മൾ ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് പിള്ളേരായിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് നടക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് ഒരു മീനെ തന്നെ പിടിക്കുമ്പോൾ തന്നെ 1 കിലോ ആവും. നമ്മളിപ്പം 2 3 തവണ നമ്മളൊന്ന് മീനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ 3 കിലോ ആയി. ഏകദേശം 30 പൗണ്ട് 32 പൗണ്ടായി. അതാണ് ഇതിന് നമുക്കൊരു പോരായ്മയായിട്ട് ഞാൻ കണ്ടത്. ഈ ഒരു ഫിഷിൻ്റെ മാംസം എന്ന് പറയുന്നത് ചുമല കളറാണ്. അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. നമ്മൾ കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല നല്ല ടേസ്റ്റും ഉണ്ട്. ഈ മറ്റേ വളർത്തു മത്സ്യത്തിൻ്റെ ഒരു രുചി കാണുമല്ലോ, ആ ഒരു രുചിയല്ല ഇത്. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മത്സ്യത്തിന്. പിന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. നമ്മൾ കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. ഇത് കറിയൊക്കെ നല്ല ഒരു മീനാണ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.